വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവിതാ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. അസ്തജിബ് ലക്കും, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നവൻ, ഞാൻ മാത്രമാണ് ഉത്തരം ചെയ്യുന്നവൻ. ഈ ഒരു കഴിവുണ്ടല്ലോ, ഈ ഒരു വിശേഷണം അല്ലാഹു അവന്റെ അമ്പിയാക്കൾക്ക് നൽകിയിട്ടില്ല. സൂറത്തു ഫാത്തിറിലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരാരും പ്രാർത്ഥന കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി അവർ പ്രാർത്ഥന കേട്ടു എന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ആ ഭക്തി നിർഭരമായ പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങളുടെ പ്രാർത്ഥന ഈ മഹാത്മാക്കളൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ അള്ളാഹു തിരുത്തുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം കിട്ടാനാണല്ലോ നിന്റെ പ്രാർത്ഥന. മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തുണ്ടല്ലോ, പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോ ഈ ആരോടൊക്കെയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയായ ആ അല്ലാഹു അല്ലാത്ത പ്രാർത്ഥിച്ച ശിർക്കുണ്ടല്ലോ, അതിനെ അവരൊക്കെ അതാ നിഷേധിക്കുകയാണ്. ഈ ആയത്തിന് മഹാനായ മുഫസ്സിർ ഖുർത്തുബി ഇമാമത തന്റെ തഫ്സീറിൽ എഴുതി വെക്കുകയാണ്, ഈ ആയത്തിന്റെ പരിധിയിൽ ബിംബങ്ങളും വിഗ്രഹങ്ങളും പെടും. പക്ഷേ ബിംബങ്ങളും വിഗ്രഹങ്ങളും മാത്രമാണ് പെടുക എന്നല്ല, മറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് കൽ മലായിക, മലക്കുകൾ വരും, വൽ അംബിയ, അംബിയാക്കൾ വരും, വൽ ജിന്ന് വശയാത്തീൻ, ജിന്നുകളും പിശാചുക്കളുമെല്ലാം ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നു. അപ്പൊ മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ, ആരാണ് മലക്കുകൾ? അവർ ഏറ്റവും നല്ല സൃഷ്ടികളാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു കൽപ്പിച്ചതെന്തോ അത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ആ അല്ലാഹുവിനോട് ഒരു നിലക്കും അനുസരണക്കേട് കാണിക്കാത്തവരാണ്. ആ മലക്കുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവരാരും ആ പ്രാർത്ഥന കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. അമ്പിയാക്കളാണ്, ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണല്ലോ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചാൽ അവരാരും പ്രാർത്ഥന കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. എന്നിട്ടാണ് മുസ്ലിയാർ പറഞ്ഞത്, മമ്പറന്തങ്ങളോട് എവിടെ വെച്ചും വിളിച്ചോ. അങ്ങനെ മമ്പറന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മമ്പറന്തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്റെ മരണശേഷം എവിടെ വെച്ചും നിങ്ങൾ വിളിച്ചോ, ഞാൻ ഉത്തരം ചെയ്യും. തെളിയിക്കാൻ സാധ്യമല്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെക്കുക, എന്നാലും അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല. ഇസ്ലാമിന് വിരുദ്ധമാണ് ആ ആദർശം. അപ്പൊ ഔലിയാക്കളോടുള്ള സ്നേഹം, അവരോട് പ്രാർത്ഥിക്കണം എന്നാ മുസ്ലിയാർ പറഞ്ഞത്. സ്നേഹിക്കുന്നവരോടൊക്കെ പ്രാർത്ഥിക്കാൻ ആര് പഠിപ്പിച്ചു? സ്നേഹം പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാഗമാണ് എന്ന് ആര് പഠിപ്പിച്ചു? അത് പറയാൻ കാരണം തരാം. മുജാഹിദുകൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കരുത്, ബദരീങ്ങളോട് സഹായം തേടരുത് എന്ന് പറയുമ്പോ ഇവിടെ കാര്യമായി സമർത്ഥിക്കുന്നത് ഇവർക്കൊന്നും അവരോട് സ്നേഹമില്ല. സ്നേഹമുള്ളത് കൊണ്ടാണ് അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും ബദരീങ്ങളോടും സ്നേഹമുള്ളത് കൊണ്ടാണ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ എന്ന് മുജാഹിദുകൾ പറയുന്നത്. ബദരീങ്ങൾ നടത്തിയ പ്രാർത്ഥന ആരോടാ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ബദരീങ്ങളെ കുറിച്ചാണല്ലോ ആ പ്രഖ്യാപനം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാത്ത ചെയ്ത സന്ദർഭം. അപ്പൊ ബദരീങ്ങൾ നടത്തിയ ഇസ്തിഗാത്ത പോലും അള്ളാഹുവോട് മാത്രമാണ്. ആ ബദരീങ്ങൾ നടത്തിയ ഇസ്തിഗാത്ത അള്ളാഹുവിനോടാണെങ്കിൽ അവരോടല്ല ഇസ്തിഗാത്ത നിർവഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നാ മുജാഹിദുകൾ പറയുന്നത്. ഇന്നിപ്പോ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് പലപ്പോഴും ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. മുജാഹിദുകൾ പറയാറുണ്ടല്ലോ, ഖബർ സിയാറത്ത് സുന്നത്ത് തന്നെയാണ്, ഖബർ സിയാറത്ത് ചെയ്യണമെന്നാണ് മുജാഹിദുകൾ പറയാറുള്ളത്. പക്ഷേ കേരളത്തിലും കേരളത്തിന് പുറത്തുമത പ്രത്യേകം കെട്ടി ഉയർത്തപ്പെട്ട മഖ്ബറകൾ, ആ മഖ്ബറകൾ യഥാർത്ഥത്തിൽ ആരാധനാ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് കരയാൻ, അള്ളാഹുവിനോട് തന്റെ സങ്കടം പറയാൻ ആളില്ലാതെ വരികയും കെട്ടിയുയർത്തപ്പെട്ട മഖ്ബറകൾക്ക് മുമ്പിൽ പോയി തങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിലക്കുള്ള ഖബർ സിയാറത്തിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. ആ മനുഷ്യന്മാർ ആ ഖബറാളിയോട് അവരുടെ സങ്കടം പറയുകയാണ്. അവിടെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ ആ കെട്ടിയുയർത്തപ്പെട്ട മഖ്ബറകളിൽ അവരെത്തുകയാണ്. അതുകൊണ്ട് ആ മുഹീദ്ദീൻ ഷെയ്ഖ് ചോദിച്ചത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? വഫീ ഖൽബിക കം ഇലാഹ്,
നിന്റെ മനസ്സിൽ എത്രയെത്ര ആരാധ്യന്മാരാണ്. കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക. അല്ലാഹുവിന് പുറമെ ഇന്ന സ്ഥലത്ത് ചെന്നാൽ, ഇന്നവരുടെ അടുത്ത് ചെന്നാൽ എന്റെ കാര്യങ്ങളൊക്കെ നിർവർത്തിക്കപ്പെടും, സഫലീകരിക്കപ്പെടും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവിടെ പോയി പറഞ്ഞാൽ, അവിടെ ഇന്നതൊക്കെ ചെയ്താൽ ഇതാ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എന്റെ പ്രാർത്ഥനക്ക് അവർ ഉത്തരം ചെയ്യും. അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്. ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര തവണ ഉച്ചരിച്ചാലും അതിന്റെ ഫലം നിനക്ക് ലഭ്യമല്ല. അപ്പൊ ഖബർ സിയാറത്തുണ്ട്. ഈ നിലക്കുള്ള ഖബർ സിയാറത്ത്, അള്ളാന്റെ മുമ്പിൽ പോയി കരഞ്ഞ് അള്ളാനോട് പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ഹദീസിൽ പഠിപ്പിച്ചതാണല്ലോ. ഓരോ രാത്രിയുടെയും അവസാന നിമിഷത്തിൽ അതാ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്. അള്ളാഹു ഇറങ്ങിയാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? ഞാൻ അവർക്കിതാ അവർ ചോദിച്ചത് നൽകുന്നു, അവരുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യവും ചോദിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അത് കേൾക്കാൻ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോയി.